നമസ്കാരം. വിജനമായിട്ടുള്ള പ്രദേശങ്ങളിൽ കൂടി ഇന്ന് ഒരുപാട് അലയേണ്ടതായിട്ട് വന്നു. വെയിൽ കൊണ്ടുകൊണ്ട് അലയുന്ന സമയത്ത് ഇപ്പോഴത്തെ വെയിലിന്റെ ചൂട് എന്ന് പറയുന്നത് അതികഠിനമാണ്. അപ്പോൾ ആ ചൂടടിക്കുന്ന സമയത്ത് നമ്മൾ വേർത്ത് ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് ആളുകൾ നോമ്പെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ അലയുന്ന സമയത്ത് എൻ്റെ കൂടെ ജംഷീർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സിനിമകളെക്കുറിച്ച് വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ വെയിൽ കൊണ്ട് അലയുന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കാനിടയായ സിനിമയാണ്, അല്ലെങ്കിൽ സിനിമകളുടെ ഒരു കൂട്ടമാണ് ക്ലിന്റ് ഈസ്റ്റ്വുഡിൻ്റെ സെർജിയോ ലിയോണി ഡയറക്റ്റ് ചെയ്തതായിട്ടുള്ള പല സിനിമകൾ. അതിൽ ദ ഗുഡ്, ദ ബാഡ്, ദ അഗ്ലി എന്ന് പറയുന്ന സിനിമ വളരെ പോപ്പുലറാണ്. അവർ ചെയ്തത് ഒരുപാട് സിനിമകളില്ല, പക്ഷെ ചെയ്ത സിനിമകളൊക്കെ വളരെയധികം പോപ്പുലറാണ്. അത് എവർഗ്രീൻ ആയിട്ടുള്ള സിനിമകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ആ സിനിമകളിൽ നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാവുന്ന കാര്യം, ഇന്നത്തെ പല മലയാള സിനിമകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദി സിനിമകളായിക്കോട്ടെ, തമിഴായിക്കോട്ടെ, ഇന്ത്യൻ സിനിമകൾ മൊത്തത്തിൽ മാത്രമല്ല ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ ഭാഷകളിലുള്ള സിനിമകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആഖ്യാന ശൈലിയാണ് ആ സിനിമകൾക്കുള്ളതെന്ന് നമുക്ക് പറയാം. അതിൻ്റെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, അതിൻ്റെ ഡയറക്ഷൻ ആയിക്കോട്ടെ, അതിലെ അഭിനയം ആയിക്കോട്ടെ, അതിൻ്റെ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ സ്റ്റോറി ആയിക്കോട്ടെ, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെയിൽ കൊണ്ട് അലയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ക്ലിന്റ് ഈസ്റ്റ്വുഡിൻ്റെ കാലിഫോർണിയൻ മലനിരകളിലൂടെ അലഞ്ഞു നടക്കുന്നതായിട്ടുള്ള ചില ഔട്ട്ലോ ക്യാരക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ എന്നെ വളരെയധികം, ഞാനും സിനിമയെ താല്പര്യം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉള്ള ഒരാൾ തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാൾ നടക്കുന്ന സമയത്തും ഞാൻ കണ്ടത് വെച്ചിട്ട് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ താല്പര്യവും ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമായിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ പറയുന്ന സെർജിയോ ലിയോണി, അതുപോലെ തന്നെ ക്ലിന്റ് ഈസ്റ്റ്വുഡിൻ്റെ സിനിമകളാണ്. അപ്പോൾ അതിലിങ്ങനെ കഥാപാത്രത്തിൻ്റെ മുഖത്തേക്ക് ആ വെയിൽ അടിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥയും ആ ചൂടും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന നല്ല തെളിഞ്ഞൊരു സ്ഥലത്ത്, ഇപ്പോൾ വൈകുന്നേരം ആകാനായിട്ടുണ്ട്, എന്നാലും വെയിലുണ്ട്. അപ്പോൾ എൻ്റെ പുരികങ്ങൾ ഇങ്ങനെ ചുളിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ, അതിൻ്റെ കൂടെ എരിയുന്ന ഒരു സിഗരറ്റ് ഉണ്ടായിരിക്കും, ഒരു കൗബോയ് ഹാറ്റ്, അല്ലെങ്കിൽ കൗബോയ് ഫിലിംസ് ആണ് ഇതിൽ കൂടുതലും വരുന്നത്. അതിൽ ഗൺ ഫൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ഇൻട്രോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗൺ ഫയർ ആദ്യം വരുന്നു, അതിൻ്റെ പുക മാറുന്ന സമയത്ത് സിഗരറ്റിൻ്റെ പുകച്ചുരുളുകൾ അതിൻ്റെ കൂടെ വരുന്നു, പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഫേസ് ഫ്രെയിമിലേക്ക് വരുന്നു, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ബ്ലാങ്കറ്റ് പോലുള്ള സംഗതി ഇങ്ങനെ ദേഹത്തേക്ക് ഇടുന്നതായിട്ടുള്ള സീനുകൾ, മാസ്സായിട്ടുള്ള സാധനങ്ങൾ വളരെ സിമ്പിളായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇന്നത്തെ പുതിയ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ലോ മോഷനും ഈ എഫക്റ്റുകളും അല്ലെങ്കിൽ ഈ ഫൈറ്റ് സീൻസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരുപാട് ചെലവിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമകളിലും അങ്ങനെ തന്നെ ചെലവില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരുപാട് എഫക്റ്റുകളൊന്നും ഇല്ലാതെ കൃത്യമായിട്ടുള്ള ക്യാമറയുടെ ആംഗിൾസ്, ആ ആംഗിളിനൊരു കഥ പറയാനുണ്ട്. ലോ ആംഗിള്, ഹൈ ആംഗിള്, ഡച്ച് ആംഗിള്, അങ്ങനെ പല ആംഗിൾസ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഓരോ ക്യാരക്ടർ, ഓരോ സിറ്റുവേഷന് പ്രാധാന്യം കൊണ്ടുവരാനായിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ആംഗിൾസിനെ ഉപയോഗിക്കുക. സിനിമാറ്റോഗ്രഫി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും വളരെ വിശാലമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് പോകുന്നതായിട്ടുള്ള സീനുകൾ, അല്ലെങ്കിൽ ഈ കുതിരയുമായിട്ട് അലയുന്നതായിട്ടുള്ള സീനുകൾ, ചിലപ്പോൾ മരുഭൂമി പ്രദേശങ്ങളായിരിക്കും, വിജനതകളായിരിക്കും, പ്രത്യേകിച്ച് ഔട്ട്ലോ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ അലയുന്ന സമയത്ത് അവിടെ ആ മനുഷ്യൻ എത്ര നിസാരനാണ് എന്നുള്ളത് ഈ സിനിമകളിൽ കൃത്യമായിട്ട് കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ലോകം എത്ര വലുതാണ് എന്നതും കൂടെ അവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് സ്ലോ ആയിട്ടാണ് പോകുന്നത്, പക്ഷെ നമുക്ക് ആ ബോർ ഫീൽ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിലൊരു നിധി, ആ നിധി നടുക്കിരിക്കുന്നു, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നായകൻ, ദ ഗുഡ് ആൻഡ് ദ ബാഡ്, ദ അഗ്ലി, വില്ലന്മാരും ഉണ്ട്. അപ്പോൾ അവരിൽ എല്ലാവരുടെയും കയ്യിൽ തോക്കുണ്ട്. ആരാണ് ആദ്യം കാഞ്ചി വലിക്കാൻ പോകുന്നത്, ആരാണ് ആദ്യം ഗണ്ണ് പോയിന്റ് ചെയ്യാൻ പോകുന്നത്, നമ്മളെ ആ ത്രില്ലിൽ നിർത്താനായിട്ട് അവിടെ എന്നിയോ മോറിക്കോണിയെ പോലുള്ള ആളുകളുടെ മ്യൂസിക്കും കൂടെ അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേരുകയാണ്. അപ്പോൾ ഈ സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്, ഈ മ്യൂസിക് അതിനേക്കാൾ ഗംഭീരമാണ്. ഇത് രണ്ടും കൂടെ അങ്ങ് ചേരുമ്പോഴത്തേനും നമ്മളും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. പിന്നെ ഈ കഥാപാത്രങ്ങളൊന്നും നമ്മുടെ ഇപ്പോഴത്തെ സിനിമകളിലെ പോലെയുള്ള വലിയ, എന്താ പറയുക, വലിയ മാസ് ക്യാരക്ടേഴ്സ് ഒന്നുമല്ല. സാധാരണക്കാരായിട്ടുള്ള ജീവിക്കാൻ വേണ്ടി, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിരിക്കും. ഇവരുടെ മിക്ക കഥാപാത്രങ്ങളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അതിൽ എത്തിക്സിനനുസരിച്ച് പോകുന്നവർ, ഒരു മിനിമം എത്തിക്സ് ഉള്ളവനും ഉണ്ടാവും. അതിലെല്ലാവരും, ആരും ഒരു ഏറ്റവും പുണ്യവാളനായിട്ടുള്ള ഒരു ഹീറോയെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എല്ലാവരും അതിലൊരു ഡാർക്ക് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. കാരണം ഔട്ട്ലോസിൻ്റെ കഥയാണ്, കൗബോയ് സ്റ്റോറീസിലൊക്കെ കൂടുതലും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒരു അല്പം നന്മയുള്ളവനും പിന്നീട് അതിനേക്കാൾ മോശപ്പെട്ട സ്വഭാവമുള്ളവരൊക്കെയാണ് വില്ലന്മാരൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ യാഥാർത്ഥ്യം, മനുഷ്യൻ ഏറ്റവും പുണ്യവാളനായിട്ടുള്ളൊരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റുമോ? യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ
സ്വയമോ മറ്റുള്ളവർക്കോ കണ്ടെത്താൻ പറ്റുന്ന മനുഷ്യന്മാർ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ സാധാരണ മനുഷ്യർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയാണ്. അപ്പോൾ ഈ സിനിമകളിൽ ഇങ്ങനെയുള്ള ഷോട്ടുകൾ, മലനിരകൾ, മരുഭൂമികൾ, അതുപോലെ തന്നെ ഈ മരുഭൂമി കഴിഞ്ഞിവർ എത്തിച്ചേരുന്നതായിട്ടുള്ള ചില സ്ട്രീറ്റുകൾ, പിന്നെ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള ചില രംഗങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കുന്ന രംഗങ്ങൾ, രാത്രി കാലങ്ങളിൽ കുന്നിൻ ചെരുവുകളിലും പാറയുടെ സൈഡിലുമൊക്കെ ഇവർ സർവൈവ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഫോളോയിങ്ങും കാര്യങ്ങളും ഫൈറ്റുകളും ഗൺ ഫൈറ്റുകളും എല്ലാം വന്ന് ചിലപ്പോൾ നല്ല ലെങ്ത്തുള്ള സിനിമകളാണ് മിക്കതും. അപ്പം നമ്മൾ 2.5 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ ത്രില്ലിൽ തന്നെ നിർത്താനായിട്ട് എത്രയോ വർഷങ്ങൾക്കിറങ്ങിയ ഈ സിനിമ ചെയ്ത ആളുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ആ സിനിമകൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇവരുടെ സിനിമകൾ കാണണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ സിനിമകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നുള്ള, ഇപ്പോഴും നമുക്കതിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സിനിമ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ സംസാരിക്കണമെന്ന് ജംഷീർ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും താല്പര്യം വന്നത് ഈ ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഓർമ്മയിൽ ഇതാണ് നിലനിന്നിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പങ്കുവെക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. കൂടുതൽ സംസാരിക്കാൻ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നമസ്കാരം.